നമസ്കാരം. പാകിസ്ഥാൻ വീണ്ടും കലാപത്തിലേക്ക് നീങ്ങുകയാണ്. ജയിലിലുള്ള മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ തെഹ്രീ ഇൻസാഫ് പാർട്ടി അനുയായികളുടെ പ്രതിഷേധത്തിൽ 6 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാരെ നേരിടാൻ ആദ്യം പോലീസുകാരെയായിരുന്നു രംഗത്തിറക്കിയത്. എന്നാൽ പ്രതിഷേധം കടുത്തതോടെ പട്ടാളത്തെ രംഗത്തിറക്കിയിരിക്കുകയാണ്. പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യത്തെ വിളിച്ച പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവും നൽകിയിട്ടുണ്ട്. യുദ്ധ സാഹചര്യം നേരിടാനുള്ള ഭരണഘടനയിലെ 245 വകുപ്പ് പ്രകാരമുള്ള സർവാധികാരമാണ് പട്ടാളത്തിന് നൽകിയിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ആക്രമണം, യുദ്ധഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ സായുധ സേനയ്ക്ക് അനുമതി നൽകുന്നതാണ് ഈ വകുപ്പ്. ഇതോടെ പാകിസ്ഥാൻ വീണ്ടും കലാപത്തിലേക്ക് നീങ്ങുകയാണ്. തലസ്ഥാനമായ ഇസ്ലാമാബാദ് ശനിയാഴ്ച മുതൽ പ്രക്ഷോഭകർ ഉപരോധിച്ചിരുന്നു. പാർലമെന്റും വിദേശ എംബസികളും സ്ഥിതി ചെയ്യുന്ന അതിസുരക്ഷാ മേഖലയായ ഡി ചൌക്ക് പ്രക്ഷോഭകർ വളഞ്ഞു. ഇമ്രാന്റെ ഭാര്യ ബുഷ്ര ബീവിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 20,000-ലേറെ പോലീസുകാരെയും നിരവധി സായുധ സൈന്യത്തെയും നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും നിന്നെത്തിയ 10,000-കണക്കിന് പ്രക്ഷോഭകരാണ് വടിയും കല്ലുകളുമായി വിലക്ക് ലംഘിച്ച് ഇസ്ലാമാബാദിലെ തെരുവുകളിൽ ഇറങ്ങിയത്. ജനക്കൂട്ടം പോലീസുമായും അർദ്ധസേനയുമായും ഏറ്റുമുട്ടിയിരുന്നു. നിരവധി പേരാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. 100-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി ഇമ്രാൻ അനുകൂലികൾക്കും പരിക്കേറ്റിരുന്നു. 4,000 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പോലീസിന് നേരെ കവണ ഉപയോഗിച്ച് കല്ലേറുണ്ടായി. നിരവധി വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇമ്രാൻഖാനെ മോചിപ്പിക്കുക, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടി അധികാരത്തിലേറിയ ഷെഹ്ബാസ് ഷെരീഫിന്റെ സർക്കാർ രാജിവെക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരാൻ ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് ആഹ്വാനം ചെയ്തിരുന്നു. സംഘർഷം വ്യാപിച്ചതോടെ PDPയുമായി കൂടുതൽ ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ സർക്കാർ തള്ളിക്കളയുകയും ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവി സംഘർഷത്തിന് ആസൂത്രണം ചെയ്തതായി ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാർക്കറ്റുകളും അടച്ചു. ശനിയാഴ്ച മുതൽ രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ബെലറൂസ് പ്രസിഡന്റ് സന്ദർശനത്തിനെത്തിയാൽ കനത്ത സുരക്ഷയിലാണ് ഇസ്ലാമാബാദ് ഉള്ളത്. പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യം നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അയൽ നഗരങ്ങളിലെ സൈന്യത്തെയും ഇസ്ലാമാബാദിൽ എത്തിച്ചിട്ടുണ്ട്. 2 മാസത്തേക്ക് പൊതുയോഗങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അഴിമതിയും രാജ്യദ്രോഹവും ഉൾപ്പെടെ നിരവധി കുറ്റങ്ങളാണ് ഇമ്രാൻഖാനു മേൽ ചുമത്തിയിട്ടുള്ളത്. അഴിമതി കേസിൽ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇമ്രാന്റെ പാർട്ടി മത്സരിക്കുകയും ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വലിയ കക്ഷിയാവുകയും ചെയ്തിരുന്നു. ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് മറ്റു കക്ഷികളുമായി സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വൻ തിരിമറി നടത്തിയതായി അന്നേ ആരോപണം ഉയർന്നിരുന്നു. രാജ്യദ്രോഹ കുറ്റത്തിന് ഇമ്രാൻഖാനെ പട്ടാള കോടതിയിൽ വിചാരണ ചെയ്യാൻ നീക്കമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ആരോപണം ഉയരുന്നത്. പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രിയും ഇന്നുവരെ കാലാവധി തികച്ച ചരിത്രമില്ല. സാധാരണയായി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ഒക്കെയാണ് അവിടെ ചെയ്യുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ കലാപം ആളിക്കത്തുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, പകർച്ചവ്യാധികൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ കലാപവും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.